ഒരുവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സാത്താൻ നിന്നെ തൊടാത്ത ഒരു വിഷയം, ഒരു സ്വഭാവം, ഒരു ക്യാരക്ടർ ആണ് വിധേയത്വം. അന്ധകാര ശക്തി പലരെയും തകർക്കാൻ ശ്രമിക്കും. പത്രോസിനെ വരെ ഗോതമ്പ് മണി പോലെ നിന്നെ പാറ്റാൻ സാത്താൻ ഉദ്യമിച്ചു എന്ന് യേശു പറയുന്നുണ്ട്. ആരെ വേണേലും പത്രോസിനെ അടിക്കാം. പ്രലോഭകൻ കൊരാന്ത്യർ മലയിൽ യേശുവിൻ്റെ മുൻപിൽ പോലും പ്രലോഭന സാഹചര്യത്തിൽ വന്നിരുന്നു. ആരെയും പ്രലോഭൻ സമീപിക്കും. എന്നാൽ അന്ധകാര ശക്തിക്ക് പ്രലോഭനെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരു സ്വഭാവ സവിശേഷതയാണ് വിധേയത്വം. എന്താണ് വിധേയത്വമുള്ളയാളെ അല്ലെങ്കിൽ ദൈവത്തിന് സമർപ്പിച്ച കീഴ്പ്പെട്ട ദൈവ സ്വഭാവത്തിന്, ദൈവത്തിന് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരുവനെ അന്ധകാരം ഭയക്കാൻ കാരണം എന്തുകൊണ്ടാണ്? സ്തോത്ര, ഹല്ലേലൂയ. അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സബ്മിഷൻ അല്ലെങ്കിൽ കീഴ്പ്പെടൽ അല്ലെങ്കിൽ വിധേയത്വം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് വിധേയത്വം, എന്താണ് കീഴ്പ്പെടൽ, എന്താണ് ദൈവത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു നിയന്ത്രണത്തിൽ നമ്മൾ വരിക, അല്ലെങ്കിൽ ഒരു അധികാരത്തിൻ്റെ, ഇപ്പം ഞാൻ വിധേയപ്പെടുന്നു, ഇന്ത്യൻ പീനൽ കോഡിനോട് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇന്ത്യൻ പീനൽ കോഡിൻ്റെ, ഇന്ത്യയുടെ നിയമസംഹിതയുടെ നിയന്ത്രണം, അതിൻ്റെ അധികാരം, അതിനെ ആശ്രയിച്ച് അതിൻ്റെ നന്മയെ അനുഭവിച്ചു കൊണ്ടുള്ള ജീവിതമാണ്. ഒരു നിയമസംഹിതയിൽ ഒരുത്തൻ കീഴ്പ്പെടുക, ഒരു വ്യവസ്ഥയോട് കീഴ്പ്പെടാം. ഇങ്ങനെ പലതരം കീഴ്പ്പെടലുകൾ ഉണ്ട്. നമ്മളൊരു ദേശത്തായിരിക്കുമ്പോൾ അവിടുത്തെ നിയമസംഹിതയോട് നമുക്ക് കീഴ്പ്പെട്ട് ഇവിടുത്തെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുന്ന പോലെ, ഇപ്പം ട്രാഫിക് റൂൾസിന് നമ്മൾ കീഴ്പ്പെടുമ്പോൾ, വിധേയപ്പെടുമ്പോൾ, അനുസരിക്കുമ്പോൾ നമ്മൾ അതിനെ പാലിക്കുകയാണ്. അതെല്ലാം പാലിക്കുമ്പോഴാണ് നമ്മൾ സേഫായിട്ട് നടക്കും. ഉദ്ദേശം അതാണ്. നിയമങ്ങൾ അനുസരിച്ച് നീ മുന്നോട്ട് പോകണമെങ്കിൽ നീ സേഫാണ്. ഒരു നിയന്ത്രണത്തിൽ, അധികാരത്തിൽ ആശ്രയിച്ച് നീ നിൽക്കുമ്പോൾ അവിടെ അതിൻ്റെ നിയന്ത്രണം, കൺട്രോളിങ് അല്ലെങ്കിൽ അതിൻ്റെ ഗൈഡൻസ് ഒരുവൻ്റെ മേലുണ്ടാകും. ഇങ്ങനെ ലോയുടെ കീഴിൽ, വ്യവസ്ഥയുടെ കീഴിലൊക്കെ നമുക്ക് വിധേയപ്പെടാമെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൽ വിധേയപ്പെടുക അല്ലെങ്കിൽ വിധേയപ്പെട്ട് ജീവിക്കുക. ദൈവവചനം ആർക്കൊക്കെ വിധേയപ്പെടാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനത്തിൽ പലതരത്തിലുള്ള വിധേയപ്പെടൽ അവിടെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ വലിയൊരു വിധേയത്വം ആണ് നീ ദൈവത്തിന് വിധേയപ്പെടുക. അതാണ് ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ വിധേയത്വം. ഒന്ന്, നീ ദൈവത്തിൽ വിധേയപ്പെടണം. ദൈവത്തിൽ വിധേയപ്പെടുക എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സ്തോത്ര, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ഇങ്ങനെ പറയാറുണ്ട്. ചിലരൊക്കെ പ്രാർത്ഥനാ വിഷയവുമായിട്ട് വരും, ബ്രദറെ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യമെന്നാണ്, അവൻ മാതാപിതാക്കളെ അനുസരിക്കത്തില്ല, പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ വരത്തില്ല, തിന്മയിൽ അശുദ്ധിയിൽ നടക്കുന്നു, അവൻ പ്രാർത്ഥന കൂട്ടായ്മ പറഞ്ഞാൽ കയറത്തില്ല, അവൻ്റെ ഇഷ്ടത്തിനൊത്താണ് അവൻ നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്നവരെ പറ്റി പൊതുവെ പറയാറുള്ളതാണ്, ഒരുവൻ രക്ഷയിലേക്ക് വരണമെങ്കിൽ ഒന്നെങ്കിൽ അവന് ദൈവത്തെ ഭയമെങ്കിൽ അവന് തിന്മയെക്കുറിച്ചുള്ള വേർതിരിവുണ്ടാകത്തുള്ളൂ. ഇപ്രകാരം ഗുരുക്കന്മാർ പഠിപ്പിക്കാറുണ്ട്. ഒന്നെങ്കിൽ അവൻ ദൈവത്തെ ഭയമുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ അവൻ മാതാപിതാക്കളെ അനുസരിക്കുന്നവനോ വിധേയപ്പെട്ടവനോ മാതാപിതാക്കളെ ഭയമുള്ളവനോ ആയിരിക്കണം. ഇല്ലെങ്കിൽ തന്നിഷ്ടത്തിൽ നടക്കുന്നവന് ആര് നിയന്ത്രിക്കാൻ? അവനൊന്നിനും ഭയമില്ല. സ്തോത്ര, ഹല്ലേലൂയ. നീ ദൈവത്തിന് കീഴ്പ്പെട്ടവാൾ ഒരുവൻ ദൈവവചനത്തിലേക്ക് വരിക എന്ന്, അല്ലെങ്കിൽ സബ്മിറ്റ് യുവർ സെൽഫ് ടു ഗോഡ്, ദൈവത്തിന് കീഴ്പ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ പേരുകൊണ്ട് ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതല്ല. അതിൽ ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ദൈവത്തിന് കീഴ്പ്പെടുക. ഇനി എന്താണ് ഒരുവൻ ദൈവത്തിന് നിന്നെ തന്നെ
സമർപ്പിക്കുമ്പോൾ, ദൈവത്തിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ, ദൈവത്തിന് കീഴ്പ്പെടുമ്പോൾ ഒരുവനിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്താണ് നമ്മൾ സംഭവിക്കുന്നത്? ഒന്ന്, ഒരു വ്യക്തി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, ഇവിടെ സ്റ്റൈൻ ബ്രദർ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടപ്പോൾ സ്റ്റൈൻ ബ്രദറിൽ ഒരുപാട് കുറവുകളുണ്ട്. പക്ഷേ നമ്മുടെ പരിമിതികൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്നാൽ നമ്മുടെ കുറവുകളെ നികത്തിക്കൊണ്ട് നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു. നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ നിന്റെ കുറവുകളെ ദൈവം, നിന്റെ പരിമിതികളെ ദൈവം ഉയർത്തി മാറ്റി. മോശ പറഞ്ഞു, കർത്താവേ, ഞാൻ വിഘ്നുള്ളവൻ, ഐ കാൻ പ്രീച്ച്, ഐ കാൻ ഏബിൾ ടു സ്പീച്ച്, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, ഞാൻ പ്രസംഗ പാഠമുള്ളവനല്ല. ദൈവം മോശയോട് പറഞ്ഞു, യെസ്, നീ തന്നെ പോകണം, നീ തന്നെ പോകണം. നിന്റെ ശാരീരിക പരിമിതികൾ എൻ്റെ മുൻപിൽ പ്രശ്നമല്ല. സ്തോത്രം. ഞാൻ തടിച്ച നാവുള്ള എന്ന് മോശ പറഞ്ഞു, അല്ല, എനിക്കത് ഫിസിക്കൽ ഒരു പ്രശ്നം, എനിക്ക് പ്രശ്നമല്ല, നീ പോകണം. മോശ തൻ്റെ പരിമിതികളെ കുറിച്ച് പറയുമ്പോൾ ദൈവം കാണുന്നത് അവൻ്റെ മേലുള്ള വിളിയെയാണ്, അവൻ്റെ വിനയമാണ് ദൈവം അവിടെ കാണുന്നത്. ഒരുവൻ കീഴ്പ്പെടുമ്പോൾ അവൻ വിനയം അവനിൽ ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ, അവൻ വിനീതനായി മാറുകയാണ്. ആകുമ്പോൾ ദൈവം നിന്റെ പരിമിതികളെ അനുഗ്രഹമാക്കി മാറ്റും. സ്തോത്ര, ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് നല്ല വരുമ്പോൾ ഒരു പാട്ട് പോലും പാടാൻ അറിയാത്ത, നിങ്ങൾ ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു മൂളിപ്പാട്ട് പോലും, ഒരുപക്ഷെ ബാത്റൂം സിംഗേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും, ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ കഴിവില്ലാതെ ഇരുന്ന നമ്മൾ പോലും, നമ്മളെല്ലാം വചനത്തിൽ വന്ന ശേഷം ആരാധിക്കാൻ തുടങ്ങി, പാട്ട് പാടാൻ തുടങ്ങി. എൻ്റെ സ്വരം ഒരു പ്രശ്നമല്ല എന്നുള്ള ബോധ്യം, പക്ഷേ യഹോവയ്ക്ക് ആരാധിക്കുന്നതിൽ എൻ്റെ സ്വരം ഒരു സ്വരമല്ല, ഒരു പ്രശ്നമല്ല എന്നുള്ള ബോധ്യം. കാരണം നിങ്ങളുടെ കുറവുകളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ആരാധിക്കാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. പ്രസംഗികരല്ല നമ്മൾ ആരും, പ്രസംഗം പറയുന്നവർ ഒരുപാട് പേരെ ഇവിടെ ഉണ്ട്. ദൈവം നിന്റെ കുറവിൽ, നമ്മൾ പറയും നമുക്ക് കഴിവില്ല, പക്ഷെ ദൈവം നിന്നെ ആക്കി. ഇങ്ങനെ എന്തെല്ലാം മേഖല നമുക്ക് അറിവില്ലെങ്കിൽ ദൈവം ആക്കി. അവിടെയൊക്കെ ദൈവത്തെ നീ കീഴ്പ്പെടുമ്പോഴാണ് പാടാത്ത നീ പാട്ട് പാടുന്നത്, പ്രസംഗിക്കാത്ത നീ പ്രസംഗിക്കുന്നത്, ആരാധിപ്പിക്കാൻ അറിയാത്തവർ ആരാധിപ്പിക്കുന്നത്, വചനം പറയാൻ അറിവില്ലാത്തവർ വചനം പറയുന്നത്. നീ കീഴ്പ്പെട്ടപ്പോൾ ഒന്നുമില്ലാതിരുന്ന നിന്നെ എന്തൊക്കെയോ ആക്കിയ ദൈവം എവിടെയൊക്കെ തലങ്ങളെ വളർത്തി. നീ കീഴ്പ്പെടുമ്പോൾ, വിനീതനായി ദൈവസന്നിധിയിൽ വരുമ്പോൾ, ദൈവം നിന്റെ പരിമിതികളിൽ നിന്റെ പരിമിതികളെ അറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിന്റെ കുറവുകളെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. വിധേയത്വത്തിൽ വിനയമുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. അവിടെ നീ ആശ്രയിക്കുമ്പോൾ അവിടെ നിന്റെ കുറവുകളെ മാറ്റി നിന്റെ അനുഗ്രഹത്തേക്ക് നയിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ വിനയം എന്നത് കീഴ്പ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. രണ്ടാമതായിട്ട്, ദൈവത്തിൽ നമ്മളെ തന്നെ കീഴ്പ്പെടുക, വിധേയപ്പെടുക എന്നതിൽ അത് പൂർണ്ണമാകുന്ന ഒരു ഫാക്ടർ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, അനുസരണം, ഒബീഡിയൻസ്. കൽപ്പനകളെയും മാർഗനിർദ്ദേശങ്ങളെയും നീ പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന സമയം മുതൽ ഒരുവൻ ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പീനൽ കോഡ് നീ അനുസരിക്കുമ്പോൾ, പീനൽ കോഡിന്റെ നിയന്ത്രണത്തിൽ വരും പോലെ ദൈവത്തിന്റെ കൽപ്പനകളും മാർഗനിർദ്ദേശങ്ങളും ഒരുവൻ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നീ ദൈവത്തിന്റെ നിയന്ത്രണത്തിലും അനുസരണത്തിലും വരികയാണ്. അപ്പൊ ദൈവത്തിന്റെ നിയന്ത്രണത്തിലും അനുസരണത്തിലും വരുന്ന ഒരുവൻ, കൽപ്പന അനുസരിക്കുന്ന ഒരുവനെ സാത്താൻ എങ്ങനെ തൊടും? ഇതാ ചോദ്യം. വിധേയത്വമുള്ളവനെ തൊടാൻ പറ്റത്തില്ല. കാരണം നീ വചനം അനുസരിക്കുന്നവനാ. സ്തോത്രം. നീ വചനം പാലിക്കുന്നവനാ. സ്തോത്രം. ഞാൻ പറയട്ടെ, പാപ സാഹചര്യങ്ങൾ നിന്റെ മുൻപിൽ വരും, തിന്മയുടെ സാഹചര്യങ്ങൾ നിന്റെ മുൻപിൽ വരുമ്പോൾ ദൈവവചനം നിന്റെ അകക്കണ്ണിൽ, നിന്റെ ആന്തരിക മനുഷ്യനിലൂടെ ആ വചനം ഇങ്ങനെ മിന്നി മറിയും. പാപത്തെ സമീപിക്കാൻ നിനക്ക് സാധിക്കത്തില്ല. ഈ അനുഭവം നമുക്കെല്ലാം ഉണ്ട്. എത്ര ഇല്ലെന്ന് പറയാനും സമ്മതിക്കാൻ പറ്റത്തില്ല. പാപ സാഹചര്യം വരുമ്പോൾ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് നിന്നെ ഓർമ്മപ്പെടുത്തും. നീ ചെയ്യുന്ന റോങ് ആണ്. സ്തോത്ര, ഹല്ലേലൂയ. കൽപ്പന ഉള്ളിലുള്ളവനെ കൽപ്പന ബോധ്യം നൽകും. ചെയ്യരുത്, അരുത്. സ്തോത്ര, ഹല്ലേലൂയ. പോകരുത്, പ്രവർത്തിക്കരുത്, വേറാടെടുക്ക്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഓർപ്പിച്ച അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? എത്ര പേർക്ക് അനുഭവം ഉണ്ട്? സാഹചര്യങ്ങൾ മുൻപിൽ വരുമ്പോൾ നോ എന്ന് പരിശുദ്ധാത്മാവ് വാൺ ചെയ്തിട്ടുണ്ട് നിന്നെ.
സാഹചര്യങ്ങൾ മുൻപിൽ വരുമ്പോൾ, പാപത്തിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ അരുത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് വാൺ ചെയ്തിട്ടുള്ളവരുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അനുസരണമുള്ള, ദൈവത്തിന് വിധേയപ്പെട്ടവർക്കെല്ലാം വാണിംഗ് ലഭിച്ചിട്ടുണ്ട്. യെസ് ഓർ നോ? അങ്ങനെയുള്ളവർക്കൊന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ. കാരണം നീ ദൈവത്തെ അനുസരിക്കുന്നതിന്റെ അടയാളമാണ് പരിശുദ്ധാത്മാവിന്റെ വാണിംഗ് നിന്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടത്. നീ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടതിന്റെ അടയാളമാണ് നിന്നെ വഴി നടത്തൽ. യു ക്യാൻ ഹിയർ ദ ഗൈഡ്, ദ സൗണ്ട് ഓഫ് ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ശബ്ദം, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് നിനക്ക് ലഭിക്കുന്നുണ്ട്. കാരണം നീ വചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുന്നതിനെ അന്ധകാരത്തിന് തൊടാൻ സാധിക്കത്തില്ല. മൂന്നാമത്തത്, വിധേയപ്പെടുക എന്നാൽ നിനക്ക് വിശ്വാസമുണ്ടായിരിക്കണം. എന്ത് വിശ്വാസം? ദൈവത്തിന്റെ പദ്ധതി എൻ്റെ മേലുണ്ട്, വിശ്വസിക്കണം. ദൈവത്തിന്റെ വാഗ്ദാനം അത് കിടപ്പുണ്ട്, വിശ്വസിക്കണം. പ്രതികൂലങ്ങൾ വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് പോലല്ല, ദൈവം വലിയ പദ്ധതിക്ക് എന്നെ വിളിച്ചത്. ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകാനല്ല. ദൈവം നിനക്ക് മെസ്സേജ്, ഞാൻ ഇതിനകത്തുള്ള എല്ലാവരും ചോദിക്കാം, മെസ്സേജ് ലഭിക്കാത്ത എത്ര പേരുണ്ട് ഇതിനകത്ത്? ദൈവത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജുകൾ ലഭിക്കാത്തതായി ആരുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതുതായിട്ട് കയറിയ ആരെങ്കിലും ഉള്ള വ്യക്തികൾ ഒഴിച്ച് ജീസസ് വിഷൻ മിനിസ്ട്രിയിൽ പങ്കെടുത്തിട്ടുള്ള ഈ കൂട്ടായ്മ കടന്നു വന്നിട്ടുള്ളവർക്കെല്ലാം എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ എല്ലാവർക്കും മെസ്സേജുകൾ ദൈവം സംസാരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിനക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശം നന്മയ്ക്കായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അതിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം അവിശ്വാസി അല്ല. ആ അവിശ്വാസത്തിന്റെ കണമുള്ളിൽ ഇല്ലാതെ ദൈവത്തിന്റെ പദ്ധതി എൻ്റെ മേൽ ഒരിക്കൽ എൻ്റെ മേൽ നിറവേറുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ നിയന്ത്രണത്തിലും ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരുവനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസമില്ല എങ്കിൽ നീ വിധേയത്വമുള്ളവനല്ല, നിന്നെ അന്ധകാരം അടിക്കും എന്നോർത്തോണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവ പദ്ധതിയിൽ നമുക്ക് ഉറച്ച വിശ്വാസം വേണം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നുണ്ടോ? നമുക്ക് എല്ലാം ചേർന്ന് സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് യേശുവേ ആരാധന. നാലാമത്തെ കാര്യം, ഒരു വിശ്വാസം കഴിഞ്ഞാൽ അടുത്ത വേണ്ട അവന് വേർപാട്. ലോക ഇമ്പങ്ങളിൽ നിന്നുള്ള വേർപാട്, ശാരീരിക ആത്മ നിയന്ത്രണം, ഇതൊക്കെ ദൈവത്തിൽ നമ്മൾ വിധേയപ്പെടുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. പോത്തിഫറിന്റെ വീട്ടിൽ ജോസഫിന്റെ മുൻപിൽ തിന്മയുടെ സാഹചര്യം സമൃദ്ധമായി കിടക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടു നിന്ന ജോസഫിനറിയാം പാപമാണ്, അശുദ്ധി, ജഡ അഭിലാഷം പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്റെ പുറംകുപ്പായത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെടുന്ന ജോസഫിനെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന് കീഴ്പ്പെട്ട ഒരുവന് മാത്രമേ ആത്മനിയന്ത്രണം പാലിക്കാൻ സാധിക്കത്തുള്ളൂ. കീഴ്പ്പെടൽ, യുവർ സബ്മിഷൻ ടു ഗോഡ് മീൻസ് നിനക്ക് വേർപാട് നിന്നിലുണ്ടാകും. വേർപെട്ടവൻ, സ്തോത്ര ഹല്ലേലൂയ, ലോകത്ത് നിന്ന് വേർപാടുള്ളവൻ ദൈവത്തിന് കീഴ്പ്പെട്ടവനാണ്. സ്തോത്ര ഹല്ലേലൂയ. വേർപാടില്ലാത്തവൻ ദൈവത്തിന് വിധേയത്വം ഉള്ളവനല്ല, ദൈവത്തിന് കീഴ്പ്പെട്ടവനല്ല എന്ന് മനസ്സിലാക്കുക. ദൈവകൽപ്പനയ്ക്ക് നീ കീഴ്പ്പെട്ടിട്ടില്ല എന്നോർത്തോണം. അഞ്ചാമത്, ദൈവത്തിന് കീഴ്പ്പെട്ടവൻ ആരാധന കൊടുക്കണം. ഒബേദേദോവിന്റെ ഭവനത്തിൽ യാഹൂവയുടെ പേടകം ഇരിക്കുമ്പോൾ ഒബേദേദ് പറയും, അത്യുന്നതനായ ദൈവത്തിന്റെ പേടക ഭവനത്തിലേക്ക് ഇത് ആരാധന കൊടുക്കേണ്ടതാ. അവർ ചേർന്ന് ആരാധിക്കുക. ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ, ദൈവഭയത്തിലുള്ള ഒബേദേദോവ് ദൈവത്തിന് ആരാധന കൊടുത്തപ്പോൾ അവർ അനുഗ്രഹിച്ചു. അനുഗ്രഹം നീ ആരാധന കൊടുക്കുമ്പോഴാണ് ലഭിക്കുന്നത്. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നീ ദൈവത്തിന് പൂർണ്ണമായി വിധേയത്വം ഉള്ളവനാണെങ്കിലാണ് നിനക്ക് ഈ ക്വാളിറ്റീസ് എല്ലാം ദൈവത്തിന് ഉണ്ടാവുള്ളൂ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവത്തിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസത്തെ ഒരു കാര്യമല്ല, ഒറ്റത്തവണ ചെയ്യുന്നൊരു സംഭവം. വിധേയപ്പെട്ടു എന്ന് പറഞ്ഞ് നിൽക്കുന്ന സംഭവമല്ല. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അത് നിരന്തരമായ കീഴടങ്ങൽ, നിരന്തരമായ വിശ്വാസം, നിരന്തരമായ അനുസരണം, ഇതെല്ലാം അതിനകത്തുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തിന് കീഴടങ്ങുക. സ്തോത്ര ഹല്ലേലൂയ. യാക്കോബ്, ദൈവവചനം ഇതിനെ കുറിച്ച് എന്ത് സംസാരിക്കുന്നു? യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം
7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ധ്യാനിക്കാം. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ. അങ്ങനെ ദൈവത്തിന് വിധേയപ്പെട്ടാൽ ഈ കൽപ്പനകളെ നമ്മൾ അനുസരിച്ച് പാലിക്കുമ്പോൾ, നമ്മൾ നേരത്തെ 5 കൂട്ടം കാര്യങ്ങളെ കണ്ടു. എന്തൊക്കെയാ? വിനയമുണ്ടാകണം, അനുസരണമുണ്ടാകണം, വിശ്വാസമുണ്ടാകണം, വേർപാടുണ്ടാകണം, ആരാധന ഉണ്ടാകണം. ഇങ്ങനെ ദൈവത്തെ നീ അനുസരിച്ച് വിധേയപ്പെട്ടവനാണെങ്കിൽ അന്ധകാരത്തെ നിനക്ക് ചേർത്ത് നിൽക്കാൻ സാധിക്കും. അതാ യാക്കോബിന്റെ ലേഖനം പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം, 4:7. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, ദൈവത്തിന് വിധേയരാകുവിൻ. സബ്മിറ്റ് യുവർസെൽഫ് ടു ഗോഡ് എന്ന് തന്നെ വചനം പറയുന്നത്. വിധേയരാകുവിൻ. ആമേൻ. തുടർന്ന് വായിക്കുമ്പോൾ പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകലും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം നമ്മളെ പറഞ്ഞു. ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. യേശുവെ ആരാധിക്കുന്നു, യേശുവെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് വിധേയരായി പിശാചിനെ ചേർത്ത് നിൽക്കുക. അപ്പോൾ നിങ്ങളിൽ നിന്ന് അന്ധകാരം ഓടിയല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിധേയനായ ഒരുവനെ തൊടാൻ അന്ധകാരത്തിന് സാധിക്കത്തില്ല. അന്ധകാര ശക്തി നിരന്തരം നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഓർത്തോ, ദൈവവുമായിട്ടുള്ള വിധേയത്വം, സബ്മിഷൻ, അടിയറവ്, കീഴ്പ്പെടൽ നമുക്ക് ആ വ്യക്തിക്ക് ഇല്ല എന്നർത്ഥം. നീ ഒരുവനെ അറ്റാക്ക് ചെയ്യുന്നു നിരന്തരമായി. പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സം, ആത്മീയ മേഖല ഉയരാൻ സാധിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, വചനം കേൾക്കുമ്പോൾ ഉറക്കം വരുന്നു, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ അങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ എന്തെങ്കിലും അസ്വസ്ഥതകൾ, നിരന്തരമായ രോഗങ്ങൾ, നിരന്തരമായ അന്ധകാരത്തിൻ്റെ അറ്റാക്കുകൾ ഭവനത്തിൽ പല രീതി, രോഗമായിട്ടും അപകടങ്ങളായിട്ടും പ്രതികൂലങ്ങളായിട്ടും തൊഴിൽ മേഖലയിലായിട്ടും ഒക്കെ നിരന്തരമായ അറ്റാക്കുകൾ നേരിടുകയാണെങ്കിൽ ഓർത്തോ, ദൈവത്തിൻ്റെ ഗൈഡൻസോ വഴിനടത്തലോ ഒരുവനില്ല. അതുകൊണ്ടാണ് അവൻ അടിയേക്കുന്നത്. മോശെ നോക്കിക്കേ, അനുസരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ദൈവത്തെ അനുസരിക്കുന്നു, ദൈവം പറഞ്ഞത് പ്രവർത്തിക്കുന്നു. അനുസരണം, പ്രവൃത്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനുസരണം, പ്രവൃത്തി. ദൈവത്തിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുകയും ദൈവം പറഞ്ഞിട്ടുള്ളത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് അവന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത്. വചനം പറയുന്നു, സാത്താൻ നിങ്ങളിൽ നിന്ന് ഓടിയകലും നീ ദൈവത്തിന് വിധേയപ്പെടുമ്പോൾ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുവന്റെ അനുഗ്രഹത്തെ പറ്റി ജോബ് ഇപ്രകാരം സംസാരിക്കുന്നത്. ജോബിന്റെ പുസ്തകം 22-ാം അധ്യായം 21 മുതൽ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവത്തെ ഒരുവൻ അനുസരിച്ച് ദൈവത്തിന് വിധേയപ്പെട്ട് ആണ് ഒരുവൻ നിൽക്കുന്നതെങ്കിൽ എപ്രകാരമായിരിക്കും ആ വ്യക്തിയുടെ ജീവിതമെന്ന് ജോബ് തന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 21 മുതലുള്ള വാക്യത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. വായിക്കാം. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. ദൈവവുമായി രമ്യതയായി സമാധാനത്തിൽ കഴിയപ്പോൾ നിനക്ക് നന്മ വരും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, ദൈവവുമായി വിധേയപ്പെടുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ അനുസരിക്കാൻ നീ തുടങ്ങുമ്പോൾ നിനക്ക് സമാധാനവും നന്മയും വരും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക. ദൈവത്തെ അനുസരിക്കണം. ദൈവത്തിൽ നിന്നുള്ള ഉപദേശങ്ങളെ സ്വീകരിക്കുമ്പോൾ എന്ത് ലഭിക്കുമെന്നാ പറയുന്നത്? അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അന്നേരം സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ, നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ സ്വർണത്തെ കൊടിയിലും ഓഫീറിനെ പോലെ ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ എന്ന് പറഞ്ഞാൽ നിന്റെ ലൗകികമായ അനധികൃത സമ്പത്തുകൾ വെടിഞ്ഞെങ്കിൽ സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ, ദൈവമാണ് നിന്റെ സമ്പത്തെങ്കിൽ, സ്തോത്ര ഹല്ലേലൂയ, ആ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിന് നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. നീ തീരുമാനിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും എന്ന് വചനം പറയുന്നു. സ്തോത്ര ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്നവന്റെ പാതകൾ പ്രകാശിതമാകും. നീ പ്രാർത്ഥിക്കുന്നത് നടക്കും എന്ന് ദൈവോടെ പറയുകയാണ്. ദൈവം ശ്രദ്ധിക്കണമേ, ദൈവവചനം
വിധേയപ്പെടാൻ ദൈവവചനം നമ്മളോട് ആദ്യം പറഞ്ഞ് ദൈവത്തിന് വിധേയപ്പെടണം. രണ്ടാമത് ഒരു വിധേയത്വം ദൈവവചനം പറയുന്നത് ആരാണ്? നീ വിശുദ്ധർക്ക് വിധേയപ്പെടണം. ശ്രദ്ധിക്കണമേ, രണ്ടാമത് വിധേയപ്പെടാൻ ദൈവവചനം പറയുന്നത് വിശുദ്ധർക്ക് ആണ് വിധേയപ്പെടേണ്ടത്. അതെങ്ങനെയാണ് വിശുദ്ധർക്ക് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എൽഡേഴ്സ് എന്നാ പറയുന്നത്. സബ്മിറ്റ് യുവർസെൽഫ് ടു എൽഡേഴ്സ്. യുവർ എൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ നിന്നെക്കാൾ മുൻപേ ആത്മീയതയിൽ വന്നവർ, ദൈവരാജ്യത്തിൽ വന്നവർ, ദൈവത്തെ അനുസരിക്കുവാനായി ദൈവം വിളിക്കപ്പെട്ടവർ. ബ്രദർ എപ്പോഴും പഠിപ്പിച്ചു തരുമ്പോൾ ഇപ്രകാരം പറയും, നിന്നെക്കാൾ മുൻപേ ആത്മീയതയിൽ വന്നവൻ നിനക്ക് ജ്യേഷ്ഠ സ്ഥാനീയനാണ്. നിന്നെക്കാൾ മുൻപേ ആത്മീയതയിൽ വന്ന ഒരു വ്യക്തി, കഴിഞ്ഞപ്പോൾ ഞാൻ വന്നതിനേക്കാൾ 1 വർഷം മുൻപ് വന്ന ആള് ആണ് ഒരുവനെങ്കിൽ അവരെനിക്ക് ജ്യേഷ്ഠ സ്ഥാനീയനാണ്. അവരുടെ ജ്യേഷ്ഠ സ്ഥാനീയൻ എങ്ങനെയാണ്? ആത്മീയതയിലാണ്. എന്താണ് അവർക്ക് ജ്യേഷ്ഠസ്ഥാനം നൽകുന്നത്? നമ്മളെക്കാൾ ആത്മീയതയിൽ മൂപ്പുള്ള എന്ന് പറഞ്ഞാൽ അനുഭവ പരിചയം, അവരുടെ അനുഭവത്തിൻ്റെ അറിവ്, അവരുടെ ജ്ഞാനം എന്നിവയിൽ അവർക്ക് ഗൈഡൻസ് നൽകാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം നീ എന്തിന് നിന്റെ ആ ജ്യേഷ്ഠ സഹോദരൻ, ആത്മീയതയിൽ ജ്യേഷ്ഠനായവൻ്റെ ഉപദേശം സ്വീകരിക്കുന്നു പറഞ്ഞാൽ നിന്നെക്കാൾ മുൻപേ യഹോവയുടെ കൂടെ നടന്ന അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. നിന്നെക്കാൾ മുൻപേ ദൈവത്തിൻ്റെ കൂടെ നടന്നിട്ടുള്ള അനുഭവങ്ങൾ അവർക്കുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. ആത്മീയ പക്വത അവർ പ്രാപിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് ഉദാഹരണമായി ഞങ്ങൾ ഈ ചെറുപ്പക്കാരോടൊക്കെ എപ്പോഴും പറയാറുണ്ട്, സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാകണം. ഒരുപക്ഷെ മെന്റർ മീൻസ് നിനക്കൊരു ഉപദേശകൻ എപ്പോഴും ഉണ്ടാകണം. എങ്കിൽ നമ്മൾ ഒരിക്കലും വീണു പോകത്തില്ല. നമുക്ക് നാട്ടിൽ ഇവിടെ എല്ലാം നിൽക്കുമ്പോൾ നമുക്ക് കൂട്ടായ്മയൊക്കെ ഉണ്ട്. നമ്മൾ ദൂരദേശത്തേക്ക് പഠിക്കാനൊക്കെ പോകണമെങ്കിൽ അവിടെ കൂട്ടായ്മ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ജോലി ചെയ്യാൻ ദൂരദേശങ്ങളിൽ പോയി അവിടെ ആത്മീയ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ആത്മീയ ഉപദേശനം ഉണ്ടെങ്കിൽ, ഒരു ജ്യേഷ്ഠ സഹോദരൻ, ആത്മീയ ദൈവരാജ്യത്തിലൊരു ജ്യേഷ്ഠ സഹോദരി, ജ്യേഷ്ഠസ്ഥാനീയൻ ഉണ്ടെങ്കിൽ അവന് നിനക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കും. സ്തോത്ര, ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യം വരുമ്പോൾ, ഞങ്ങളുടെ ഒരു ചെറുപ്പക്കാരനുണ്ട്, അവന് ഷിപ്പിലാണ്. ഇപ്പോഴത്തെ കാര്യമില്ല, പഴയ കാര്യമാണ് പറയുന്നത്. ഇവിടെ കുറേ ഷിപ്പുകാരുള്ളതുകൊണ്ട് ചിലപ്പോൾ വിചാരിക്കും അവരായിരിക്കും. അവര് ഷിപ്പിൽ ജോലി ചെയ്യുന്ന മകൻ, അവൻ പറയാറുണ്ട്, കാര്യം അവരുടെ ജീവിതം മുഴുവൻ കടലില. പലതരം പോർട്ടുകളിൽ അവര് ചെല്ലുമ്പോൾ പല രാജ്യത്തിലെയും പല കൾച്ചറാണ്. ചില കൾച്ചറുകൾ പാപ സാഹചര്യങ്ങളുള്ള കൾച്ചറുകളാണ് പലപ്പോഴും പല ദേശത്തും ഉള്ളത്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ചെല്ലുമ്പോൾ അവൻ പറയും, എൻ്റെ കൂടെയുള്ള വർക്ക് ചെയ്യുന്നവരെല്ലാം പല കാര്യങ്ങൾക്കുമായിട്ട്, എൻ്റർടൈൻമെൻറ്റ്സിനായിട്ട്, ലോകത്തെ ഇമ്പത്തിനായിട്ട് അവർ പോയേക്കുകയാണ്. അവർക്ക് മദ്യമുണ്ട്, സിഗരറ്റുണ്ട്, ചൂതാട്ട കേന്ദ്രങ്ങളുണ്ട്, തിന്മയുടെ പരിപാടി, അശുദ്ധമായ ജീവിത സാഹചര്യങ്ങളുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. ആ സമയത്ത് പല പോർട്ടുകളിൽ ചെല്ലുമ്പോൾ നെറ്റ് അവൈലബിൾ ആണെങ്കിൽ, ഫോൺ അവൈലബിൾ ആണെങ്കിൽ അവർ വിളിക്കും, ബ്രദറെ സമയമുണ്ടോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? അതെന്നാണ് എനിക്ക് എന്താ മോനെ, അവർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്, പക്ഷേ എനിക്ക് അവരുടെ കൂടെ പോകാൻ താല്പര്യമില്ല ബ്രദറെ, ഞാൻ റൂമിലിരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രലോഭന സാഹചര്യത്തെ അതിജീവിക്കാൻ ബ്രദർ പ്രാർത്ഥിക്കാമോ? സത്യമായിട്ടും അവൻ വിളിക്കുമ്പോൾ എത്ര ഇതായാലും ഒരു പാപ സാഹചര്യം മുമ്പിൽ വരാതെ അവനെ തൊടാതെ ഇരിക്കുവാൻ അവൻ്റെ ആത്മീയ ജ്യേഷ്ഠസ്ഥാനിമാർക്ക് വിളിച്ച് ഒരു ഉപദേശം, ഒരു പ്രാർത്ഥന, സ്പിരിച്വൽ അഡ്വൈസിങ് ചോദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ മകൻ തിന്മയിലേക്ക് വീഴാതെ ദൈവത്തിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. എത്ര പേർക്ക് ഇങ്ങനെ ആ നിലനിൽപ്പിൽ നിൽക്കാൻ സാധിക്കും? അതൊരു വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. നിങ്ങൾക്കൊരു ആത്മീയ ഉപദേശനം ഉണ്ടാകണമെന്നേ. എനിക്ക് ആത്മീയ ഉപദേശകനുണ്ട്, എനിക്ക് ജ്യേഷ്ഠസ്ഥാനീയനായ ആത്മീയ ഉപദേശനുണ്ട്, എനിക്ക് ആത്മീയ പിതാവും ഉണ്ട്, ആത്മീയ ജ്യേഷ്ഠസ്ഥാനമുള്ളവരുണ്ട്. ഒരു പ്രയാസം വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആത്മീയ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്ന കാര്യങ്ങളാണെങ്കിൽ ആത്മീയ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. എന്നാൽ ജ്യേഷ്ഠസ്ഥാനിയോട് ഞാൻ സ്ഥിരമായിട്ട് സത്യമായിട്ട് ഞാൻ ഉപദേശങ്ങൾ ചോദിക്കാറുണ്ട്. എങ്ങനെ ഞാൻ ചോദിക്കും. അപ്പോൾ എന്നെക്കാൾ മുൻപേ ആത്മീയതയിൽ വന്ന ഒരു വ്യക്തിക്ക് സ്പഷ്ടമായിട്ട് എനിക്ക് ഗൈഡൻസ് നൽകാൻ സാധിക്കും. എന്നെ ഉപദേശിക്കും, എടാ അങ്ങനെയല്ലടാ,
എടാ നീ ഇങ്ങനെ ചെയ്യ്, നീ ഇന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം, എടാ നിന്റെ ഇന്ന കാര്യങ്ങളൊന്ന് തിരുത്താനുണ്ട്, ഉപദേശിക്കുക. കാരണം അവർക്ക് അനുഭവ പരിചയമുണ്ട്. എന്ത് അനുഗ്രഹമാണെന്നറിയോ ഒരു 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 സ്പിരിച്വൽ കൗൺസിലർ നിനക്കുണ്ടാകുന്നത്. നിങ്ങളെല്ലാവരും ഒരു ജ്യേഷ്ഠ സ്ഥാനീയനെ, ഒരു സ്ഥാനക്കാരനെ നിങ്ങൾ ഫിക്സ് ചെയ്യണം. നിങ്ങൾക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ, നിങ്ങൾക്ക് ഒത്തിരി വിശ്വാസമുള്ള ആരും ആയിക്കോട്ടെ, അദ്ദേഹം ശക്തമായ ആത്മീയതയിൽ നിലനിൽക്കുന്ന ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവരോട് കംഫർട്ടബിളായ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തിനാ? നമ്മൾ വീട് പോവാതിരിക്കാനാണ്, ആത്മീയ മേഖലയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ആത്മീയ മേഖലയിൽ ഉപദേശങ്ങൾ വളരുവാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ജ്ഞാനം ദൈവത്തിൽ നിന്നും ലഭിച്ച അവരുടെ ജ്ഞാനത്തിന്റെ ഉൾക്കാഴ്ച നിനക്ക് നേടിയെടുക്ക. ആത്മീയത നിന്നെ മോട്ടിവേറ്റ് ചെയ്യിക്കണം. നിന്റെ ഗുരുക്കന്മാരുടെ പ്രവൃത്തികൾ നിന്നെ മോട്ടിവേറ്റ് ചെയ്യും, ഇൻസ്പയർ ചെയ്യും. സ്തോത്ര, ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്കൊരു ആത്മീയ ജ്യേഷ്ഠൻ അവർക്ക് വിധേയപ്പെടണം. സബ്മിറ്റ് യുവർസെൽഫ് ടു യുവർ എൽഡേഴ്സ്. അവർ നിന്നെ തിരുത്തും, നിനക്ക് ഫീഡ്ബാക്ക് നൽകും, നിങ്ങളുടെ ആത്മീയ മേഖലയിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. 1 പത്രോസ് 5-ാം അധ്യായം 5-ാം വാക്യം. അപ്രകാരം തന്നെ യുവാക്കന്മാരെ നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരാകുവേൻ. പരസ്പര വിനയത്തിന്റെ അങ്കി അണിയുവിൻ. പരസ്പരം വിനയത്തോടെ. നിന്റെ എളിമയും വിനയം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ഒരുവന്റെ ഒരു ആത്മീയ ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠൻ മീൻസ് എൽഡേഴ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീയാകാം, പുരുഷനാകാം. സ്ത്രീകൾക്ക് സ്ത്രീകൾ മതി, പുരുഷന് പുരുഷങ്ങൾ മതി. പക്ഷേ നിനക്ക് എൽഡേഴ്സ് ഉണ്ടാകുമ്പോൾ സ്തോത്ര, ഹല്ലേലൂയ, അവരുമായിട്ട് നിനക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനും ഉപദേശങ്ങൾ സ്വീകരിക്കാനും സാധിക്കും. ഒന്നുകൂടെ വായിക്കാം. അപ്രകാരം തന്നെ യുവാക്കന്മാരെ നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരാകുവിൻ. പരസ്പര വിനയത്തിന്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. നീ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവാൻ, വിനയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ, കീഴ്പ്പെടുവാൻ ദൈവവചനം നമ്മളെ ഉപദേശിക്കുക. സബ്മിറ്റ് യുവർസെൽഫ് ടു എൽഡേഴ്സ്. അത് ദൈവവചനം അനുവദിച്ചിരിക്കുന്നതാണ്. നമ്മളെ കൊണ്ട് അങ്ങനെ ആയിത്തീരുവാൻ ദൈവം നമ്മളെ വചനത്താൽ പഠിപ്പിക്കുക. മൂന്നാമത് ഒരു കാര്യം കൂടെ നീ വിധേയപ്പെടാൻ പറയുന്നത്, മൂന്നാമത് ഒരു വ്യക്തിയോട് കൂടെ വിധേയപ്പെടാൻ പറയുന്നത്. ഒന്നാമത് ആരോട് വിധേയപ്പെടണം? ആരോടാ വിധേയപ്പെടണ്ടേ? ഒന്നാമത് ആരോടാ? ദൈവത്തോട്. അതാണ് ഏറ്റവും വലുത്. ദൈവത്തിന് വിധേയപ്പെടണം. രണ്ടാമത് നിന്നെ ഗൈഡൻസ് നൽകുവാൻ, ഭൂമിയിൽ നിനക്ക് ഉപദേശങ്ങൾ നിനക്ക് ഉപദേശങ്ങൾ നൽകുവാൻ നിന്റെ ആത്മീയ ജ്യേഷ്ഠന്മാർ ഉദ്ദേശിച്ച് ജ്യേഷ്ഠ സ്ത്രീയോ പുരുഷനോ ആകാം, ജ്യേഷ്ഠ സ്ഥാനീയരായ ഉള്ളവരോട് നിനക്ക് ഒരു മെന്റർ നിനക്കുണ്ടായിരിക്കണം. മൂന്നാമത് ഗുരുക്കന്മാർക്ക്, ആത്മീയ ഗുരുക്കന്മാർക്ക്, സ്പിരിച്വൽ ടീച്ചേഴ്സ് ആകാം, സ്പിരിച്വൽ ഫാദേഴ്സ് ആകാം, ഗുരുസ്ഥാനീയർക്ക് നീ വിധേയപ്പെടണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. എങ്ങനെയാണത് സംഭവിക്കുന്നത്? അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർഗനിർദ്ദേശങ്ങൾ നിനക്ക് നൽകുവാൻ. ഇപ്പോൾ മോശയായിരുന്നു ജോഷുവയുടെ ആത്മീയ പിതാവ്, എലീശയുടെ ആത്മീയ പിതാവ് ഏലിയായിരുന്നു. ഈ ഏലിയ എന്തായിരുന്നു അതുപോലെ ആയിത്തീരാൻ പ്രാർത്ഥിച്ച ആളാണ് എലീശ. എലീശ എപ്പോഴും വയ്ക്കുന്ന, നിന്റെ ശക്തിയുടെ ഇരട്ടി പങ്കെനിക്കണം. വേറെ ഒന്നും പറഞ്ഞില്ല, നിന്റെ ശക്തിയുടെ ഇരട്ടി പങ്കെനിക്ക് മതി. ഏലിയ പറഞ്ഞു, നിന്റെ ചോദ്യം നിസ്സാര കാര്യമല്ല. വീണ്ടും ഒരിക്കൽ എലീശയുടെ, ഗുരുവേ, നീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന എനിക്ക് കാണണം. അവൻ ചോദിച്ചു, നീ ചോദിക്കുന്ന നിസ്സാര കാര്യമല്ല, പക്ഷെ നീ കാണും. സ്വർഗീയ രഥങ്ങളെ, ഇസ്രായേലിന്റെ രഥങ്ങളെ, തേരുകളെ നീ കാണാൻ നിന്റെ ആത്മീയ ശക്തി, നിന്റെ ആന്തരിക കണ്ണുകളെ തുറക്കാൻ മാത്രം നീ ആത്മീയ പവർ നിന്നിലുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് കാണും. എന്ന് പറഞ്ഞാൽ ഏലിയായ്ക്ക് തുല്യൻ, ശക്തിയിൽ തുല്യനാണെങ്കിൽ നിനക്ക് കാണാം. തുല്യനായകൊണ്ടാണ് അവൻ ആ സ്വർഗീയ രഥങ്ങളെ കണ്ടെത്തിയത്. ബാക്കി 50 പ്രവാചകന്മാരൊക്കെ അവിടെ ഇരുന്ന് അവരാരും കണ്ടില്ല. അപ്പോൾ ഗുരുവിനെ പോലെ ആകാൻ ആഗ്രഹിച്ച ശിഷ്യൻ. സ്തോത്ര, ഹല്ലേലൂയ. ആത്മീയതയിൽ വലിയ സ്ഥാനമാണ് ഗുരു ശിഷ്യ ബന്ധത്തിന്. ഒന്ന്, ദൈവവചനം ഗുരു ശിഷ്യ ബന്ധത്തിൽ ഇന്നും കൂടെ ശിവബേർ ഞങ്ങൾ ഓർപ്പിച്ചപ്പോൾ പറഞ്ഞു, എടാ നീ ക്രിസ്റ്റോളജി പഠിക്കുകയാണെങ്കിൽ ഒരു ഗുരു ഇല്ലാതെ അതിൻ്റെ പൊരുളുകൾ വെളിപ്പെട്ട് കിട്ടത്തില്ല. കാരണം ക്രിസ്റ്റോളജി സോ മച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു കണ്ണി അങ്ങോട്ടിരിക്കുമ്പോൾ ഒരു കണ്ണി ഇങ്ങോട്ട്. ഇതിനെ കൂട്ടിച്ചേർക്കണമെങ്കിൽ ആത്മീയ വെളിപാടുള്ള ഗുരുക്കന്മാർ അത് കണക്ട് ചെയ്ത് തന്നാലേ നിനക്ക് ക്ലിക്ക് ആകത്തുള്ളൂ. ഭയങ്കര
അപ്പൊ വേറെ എപ്പോഴും ഒരു ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശത്തിന് കീഴിൽ വളരുമ്പോഴാണ് നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു അച്ചടക്കം ഉണ്ടാകുന്നത്. നിന്റെ ജീവിതത്തിൽ ദൈവവചനം ദുരുപദേശമില്ലാതെ ക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരിലൂടെ ക്രിസ്തു പ്രഘോഷിച്ച അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവ് അറിയിച്ച അപ്പോസ്തലന്മാർ പ്രഘോഷിച്ച യഥാർത്ഥമായ ദൈവവചനം കലർപ്പില്ലാതെ കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിനക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ഉപദേശത്തിന്റെ കീഴിൽ വളർന്നവനായിരിക്കണം. നമുക്ക് ശ്രദ്ധിക്കാം, ആത്മീയ ജീവിതത്തിൽ ഒരു മാർഗനിർദ്ദേശം വളരെ അത്യാവശ്യമാണ്. കാരണം ലോകത്തിന്റെ ജീവിതം പോലെ അല്ല ആത്മീയ ജീവിതം. ഇതിനകത്ത് നിയന്ത്രണങ്ങളുണ്ട്, ഇതിനകത്ത് നമ്മൾ തിരുത്തപ്പെടലുകളുണ്ട്, ഇതിനകത്ത് നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്, കണ്ടുപഠിക്കേണ്ടതുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരിക്കൽ രാത്രി പണ്ട് ധ്യാനം നടക്കുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പുള്ള രാത്രി, അന്ന് ആത്മീയ ഗുരുവിന്റെ ഷുഗറിന്റെ കൂടെ ഇരുന്നെല്ലാം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ബ്രദർ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അന്ന് പ്രാർത്ഥന കണ്ട് എല്ലാവരും ഒരുമിച്ചാണ് കിടന്നുറങ്ങുക. ഒരു പായ ഇങ്ങനെ നീട്ടത്തിൽ 2-3 പായ വെച്ച് എല്ലാവരും ഇങ്ങനെ നിരന്തം കൊണ്ട് കിടക്കും. രാത്രി വളരെ വൈകി എല്ലാവരും കിടക്കാൻ. കിടന്ന് ഇടയ്ക്കെപ്പോഴോ ഇങ്ങനെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുക. അവിടെ ഞാൻ നോക്കുമ്പോൾ തലവഴി ഒരു ഷീറ്റ് ഇങ്ങനെ ഇട്ട് മൂടി. ആത്മീയ പിതാവ് വെളുപ്പിന് ഒരു 3:30-4 മണി ടൈമിൽ ഇങ്ങനെ നിന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്കത് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. എല്ലാവരും കിടന്നുറങ്ങി. ഞങ്ങൾ കിടന്നത് 2 മണിക്കാണ് മറ്റാ. 3:30 എഴുന്നേറ്റ് പ്രാർത്ഥന. അദ്ദേഹത്തിന് ദൈവമായിട്ടുള്ള അടുപ്പം, എനിക്കും ആ അടുപ്പം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. വെളുപ്പിനെ അന്ന് 2 മണിക്ക് കിടന്നിട്ട് 3:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഒരു ആത്മീയ പ്രേരണ, ഒരു തീ നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ തന്നെ. എൻ്റെ ഗുരുവിൻ്റെ സെൽഫ് ഇഗ്നേറ്റഡ് ആയിട്ടുള്ള ആ പ്രാർത്ഥന സ്വഭാവം എന്നിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് എനിക്ക് ആ ഇൻസ്പിറേഷൻ വന്നത്. വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ആത്മീയ പിതാവിൻ്റെ പ്രാർത്ഥന. ഞാൻ എവിടെയും തുറന്നു പറയും, ചാരിറ്റി എന്നത് ചെയ്യുവാൻ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് ആണ് ഞാൻ സത്യത്തിൽ ചെയ്യാൻ തുടങ്ങിയത്, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. കാരണം അദ്ദേഹമാണ് ആ പ്രേരണ. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ പല കാര്യങ്ങളും നമ്മൾ ആത്മീയ പിതാവിൽ നിന്ന് കണ്ടുപിടിക്കാനുണ്ട്. പിതാക്കന്മാരിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ ഒരുപാട്. ശാസനയുണ്ട്, കുറ്റപ്പെടുത്തലുണ്ട്, വഴക്ക് പറയലുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ സ്നേഹമുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. നിന്നെ തിരുത്തി നേർവഴി നടത്താൻ ഒരു ആത്മീയ പിതാവ് നമുക്ക് കൂടിയത്. ഇതില്ലാത്തവരാണ് തന്നിഷ്ടം പോലെ വചനം പ്രസംഗിക്കുകയും ദൂഷണം പറയുകയും തിന്മയുടെ ജീവിതം നയിക്കുന്നത്. എന്നാൽ ഒരു ശക്തനായ ഒരു ആത്മീയ പിതാവ് എനിക്കുണ്ടെങ്കിൽ ഒരിക്കലും അവൻ തകർന്നു പോകത്തില്ല. ക്രിസ്തുവിൽ അവൻ യഥാർത്ഥ മാർഗനിർദ്ദേശത്തിൽ ഒരു നല്ല ശിഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കും. ഒന്ന് നോക്കിക്കേ, യേശു പത്രോസിനെയും യോഹന്നാനെയൊക്കെ വഴക്ക് പറയുന്നത് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. ഒരു വലിയ വഴക്ക്, ഇതുവരെ യേശു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. സമരിയയിലൂടെ കടന്നു പോയപ്പോൾ സമരിയക്കാര് യേശുവിനെയും ശിഷ്യന്മാരെ മൈൻഡ് ചെയ്തില്ല. യേശുവിനെ ഒന്നും പ്രശ്നമല്ല, പക്ഷെ യോഹന്നാന്റെ ഉള്ളിൽ ആ യഹൂദ രക്തം തിളച്ചു. യോഹന്നാൻ പറഞ്ഞു, യേശുവേ യുവന്മാരെ നമ്മളെ മൈൻഡ് ചെയ്യില്ല, ഞാൻ പ്രാർത്ഥിക്കട്ടെ, തീ ഇറക്കി യുവന്മാരെ കൊല്ലാൻ. അവൻ്റെ ഉള്ളിലുള്ള ആ സമരിയക്കാരുള്ള വിരോധം ആളിക്കത്തി. ഒന്നാമത് ഇവന്മാരെ ഇഷ്ടമല്ലാതെ ഇരിക്കുന്ന ജനങ്ങൾ പോയപ്പോൾ യേശുവിനെ കണ്ടിട്ടും മൈൻഡ് ചെയ്തില്ല. ഇവർക്ക് അർഹമായ ബഹുമാനം കിട്ടിയ എന്തോ ആയിരിക്കാം. അവൻ പറയാ, ഞാൻ തീ ഇറട്ടി കൊല്ലട്ടെ. അന്നേരം യേശുവിൻ്റെ ഭാവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. തിരിഞ്ഞു നിന്ന് യോഹന്നാനെയും ആ പറഞ്ഞ ടീമിനെ മുഴുവൻ വഴക്ക് പറയുന്ന യേശുവിനെ കാണാൻ സാധിക്കും. ഇതുപോലെ ശക്തമായി യേശു ശിഷ്യന്മാരെ വഴക്ക് പറയുന്ന വേറൊരു രംഗം കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ശക്തിയേറിയ വഴക്കാണ് അവിടെ കിട്ടിയത്. ആ വഴക്ക് കിട്ടിയ യോഹന്നാനെ തന്നെയാണ് പിന്നീട് നെഞ്ചത്ത് കിടത്തി സ്നേഹിക്കുന്നത്. സ്തോത്ര ഹല്ലേലൂയ. അവിടെ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ അവന്റെ തെറ്റിനെ തിരുത്തി അവനെ ഉപദേശിക്കുന്ന ആ യോഹന്നാൻ, പിന്നീട് ആ യോഹന്നാൻ അതിനെപ്പറ്റി അനുവദിച്ചിട്ടുണ്ട്. കാരണം വൈരാഗ്യത്തിൽ നീ തീ ഇറക്കാൻ പറയാ, തീ ഇറങ്ങത്തില്ലെന്ന് അവൻ പിന്നീട് പത്മോസിലിരുന്ന് അല്ലെ ആത്മാവ് ലഭിച്ചപ്പോൾ മനസ്സിലാക്കി കാണും.
സ്തോത്ര ഹല്ലേലൂയ. പക്ഷേ യേശു ഒരു ഗുരു വഴക്ക് പറയുന്നത് എന്തിനാ? തിരുത്താനാ. നീ വൈരാഗ്യത്തിൽ ജീവിക്കാനുള്ളതല്ല യോഹന്നാനെ. വൈരാഗ്യം നിന്റെ ഉള്ളിൽ കത്തിയ കൊണ്ടാണ് നീ തീയിറക്കട്ടെന്ന് പറഞ്ഞെങ്കിൽ ആ യോഹന്നാനെ തിരുത്തിയ കൊണ്ടാണ് സ്നേഹത്തിന്റെ സുവിശേഷം എഴുതാൻ യോഹന്നാനെ ദൈവം നിയോഗിച്ചത്. അതുകൊണ്ടാണ് അപ്പോസ്റ്റൽ ഓഫ് ലവ് എന്നറിയപ്പെടുന്ന യോഹന്നാൻ സ്നേഹത്തിന്റെ സുവിശേഷകനായി മാറിയത്. വൈരാഗ്യത്തിൽ പറഞ്ഞ യോഹന്നാനെ സ്നേഹത്തിന്റെ സുവിശേഷനാക്കി മാറ്റിയതാണ് ഉപദേശം. അതിന് ഗുരുക്കന്മാരുടെ കൗൺസിൽ കൂടിയേ തീരത്തുള്ളൂ. സ്തോത്ര ഹല്ലേലൂയ. ആത്മീയപിതാവ് ഇല്ലാത്തവനാണ് വഴിതെറ്റി തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നത്. എന്നാൽ ഒരു ആത്മീയപിതാവിന്റെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ എലിയനേക്കാൾ വലുത് എലീശ ചെയ്തു. മോശയ്ക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ദേശത്തെ, കാനാന്റെ ദേശത്തെ മുഴുവൻ യുദ്ധം ചെയ്ത് തോപ്പിക്കാൻ ദൈവം ജോഷുവനെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. സ്തോത്ര ഹല്ലേലൂയ. ഒരു ആത്മീയ പിതാവ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ വളരാൻ നിനക്ക് സാധിക്കത്തുള്ളൂ. യേശുവേ ആരാധന. അവരുടെ ആത്മീയ സംരക്ഷണം സ്തുതിക്കുക. ഹല്ലേലൂയ. ഗുരുക്കന്മാരുടെ ആത്മീയ സംരക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബ്രദർ ഞങ്ങളുടെ പല സ്ഥലത്തും പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു വിടുമ്പോഴും ഞങ്ങൾക്ക് അവിടെ പോകുന്ന ആ ഭവനത്തിലുണ്ട് ബ്രദർ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പോകുമ്പോൾ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ പോയപ്പോൾ ഇന്ന കാര്യം സംഭവിച്ചില്ലേ എന്ന് ചോദിക്കും. ദർശനത്തിൽ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെയെല്ലാം ആത്മീയ പിതാക്കന്മാരുടെ പ്രാർത്ഥനാ സംരക്ഷണം അവരുടെ കൂടെ. അത് ഞാനിത് ചുമ്മാ പറയുന്നതാണല്ല. ഗഹസീനെ അറിയാം. നാമാന്റെ പുറകെ പോയി പണം വാങ്ങാൻ നിന്നപ്പോൾ അവൻ പണം വാങ്ങി തിരിച്ചപ്പോൾ എലീശ ചോദിക്കുന്നുണ്ട്, എൻ്റെ ആത്മീയ സാന്നിധ്യം നിന്റെ അടുത്ത് നിൽക്കുന്നത് നീ കണ്ടില്ലേ? അതുകൊണ്ടാണ് അവൻ ആ ഉപഹാരം സ്വീകരിച്ചത്. ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ആ ഏരിയയിലൂടെ അവിടെ ചെന്നപ്പോൾ ആത്മസാന്നിധ്യം അതാണ് കാണുന്നത്. ബൈബിൾ തന്നെ തെളിവ് നൽകുകയാണ് ആത്മസാന്നിധ്യത്തെ കുറിച്ച്. സ്തോത്ര ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹെബ്രായരുടെ പുസ്തകം 13-ാം അധ്യായം 17-ാം വാക്യം നമ്മളെ തെളിയിക്കുകയാണ്. ഹെബ്രായർ 13:17. നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും. നിങ്ങളുടെ നേതാക്കന്മാർ, മൂപ്പന്മാർ, ആത്മീയ പിതാക്കൾ, എല്ലാ ആത്മീയതയിലുള്ള കാര്യത്തിലാണ് ഇവിടെ നേതാക്കന്മാരെന്ന് വിളിക്കുന്നത്. സ്തോത്ര ഹല്ലേലൂയ. ആ ഹെബ്രായർ 13:17, ഹീബ്രു ചാപ്റ്റർ 13:17. നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും ആമേൻ അവർക്ക് വിധേയരാകുകയും ചെയ്യുവിൻ. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. നിങ്ങളുടെ ആത്മാക്കൾക്ക് മേൽനോട്ടം വഹിക്കുന്നവരവര്. അവരെ അനുസരിക്കണം, അവർക്ക് വിധേയരാകണം. സ്തോത്ര ഹല്ലേലൂയ. നേതാക്കന്മാർക്കൊരു വിളിയുണ്ട്, ഇടയന്റെ വിളിയാണ്. ആ ഇടയനെ ഏൽപ്പിച്ച് കൊടുത്തേക്കുന്ന കുറച്ച് ആടുകളുടെ സംരക്ഷകനാണ് ഇടയന്മാർ. ഇടയന്റെ സ്വരം അനുസരിക്കുന്ന ആടുകളാണ് നയിക്കപ്പെടുന്നത് നല്ല രീതിക്ക്, നേർവഴിക്ക്. അനുസരണം കാട്ടിയാൽ നിന്നെ ചെന്നായി കൊണ്ടുപോകും. നിങ്ങളുടെ നേതാക്കന്മാർ അനുസരിക്കുക, അവർക്ക് വിധേയരാകുകയും ചെയ്യുവിനെന്ന് ദൈവവചനം പറയുക. സ്പിരിച്വൽ ഫാദർ എന്നൊരു വാക്ക് ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 1 കൊരിന്ത്യർ 4:15 എന്നെടുത്ത് നമുക്കത് ധ്യാനിക്കാം. 1 കൊരിന്ത്യർ 4:15. ആത്മീയ പിതാക്കന്മാർ എന്നൊരു ടേം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്, വെറുതെ പറയുന്നതല്ല. സ്തോത്രം. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം. ആമേൻ. എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. ആമേൻ. ആകയാൽ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ പിതാക്കന്മാർ അധികമില്ല. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, ഗൈഡൻസ് കൗൺസിലിംഗ് നൽകുന്ന ഉപദേഷ്ടാക്കൾ ഉണ്ടാകും. പക്ഷേ ആത്മീയ പിതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകി, ന്യൂ ബോൺ ആയി നിങ്ങൾ. ആരുടെ സുവിശേഷം വഴി, ആരിലൂടെ ദൈവം നൽകപ്പെട്ട ആ വ്യക്തിയാണ്. ആര് മൂലമാണ്, ആരിലൂടെയാണ് ദൈവവചനത്താൽ നിങ്ങൾ പുതുതായി മാറിയത്? ആ വ്യക്തിയാണ് നിന്റെ ആത്മീയ പിതാവ്. ആത്മീയ പിതാവിനെ അനുകരിക്കുവാൻ, അവരെ മാതൃകയാക്കാൻ, സ്തോത്ര ഹല്ലേലൂയ, ഇവിടെ ദൈവവചനം നമ്മളെ പറയുക. പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ആത്മാവിൽ ഞാനാണ് ജന്മം നൽകിയതെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ അനുകരിക്കണം. ആത്മീയ പിതാക്കന്മാരെ ഫോളോ ചെയ്യണം. സ്തോത്ര ഹല്ലേലൂയ. അവരുടെ ആത്മീയ ജീവിതത്തിൽ അവരുടെ ദർശനങ്ങൾ, അവരുടെ സംരക്ഷണം, അവരുടെ മേൽനോട്ടത്തിൽ വളരുക, അവരുടെ ആത്മീയ ഉൾക്കാഴ്ചയുടെ ഭാഗമായി മാറുക. ജീസസിലൂടെ നമ്മുടെ ആത്മീയ പിതാവിന് ദൈവം നൽകിയ ഉൾക്കാഴ്ചയുണ്ട്.
ഡെലിവറൻസ് മേഖല ശുശ്രൂഷകൾ, പ്രവചന ശുശ്രൂഷകൾ, രോഗശാന്തി ശുശ്രൂഷകൾ, ഇതിലൂടെ ചില ആത്മീയ പ്രവർത്തനത്തിൽ ഉൾക്കാഴ്ചകൾ, പ്രത്യേകിച്ച് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ഡെലിവറൻസ് ശുശ്രൂഷ. അത് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ആത്മീയ ഉൾക്കാഴ്ച അതിനകത്തുണ്ട്. നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ അതിലൂടെ നമ്മളെ പഠിപ്പിക്കണം വിടുതൽ ശുശ്രൂഷകൾ, യേശു ചെയ്ത പ്രവൃത്തിയെ പറ്റിയുള്ള ഉൾക്കാഴ്ചകൾ, ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ, പുതിയ ഒരു രീതി, ബോണ്ടേജിനെ കുറിച്ചുള്ള സ്റ്റഡി, അതിനെക്കുറിച്ചുള്ള അന്ധകാരത്തിൻ്റെ സ്വാധീനം എപ്രകാരം അഴിഞ്ഞു മാറും, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുകയാണ്. അത് ആത്മീയ പിതാവിൻ്റെ ഉൾക്കാഴ്ചകളാണ് അതിലൂടെ കടന്നു വരുന്നത്. അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ പറയട്ടെ, 3 കാര്യങ്ങളിലാണ് ദൈവവചനം വിധേയത്വം ആവശ്യപ്പെടുന്നത്. ഒന്ന്, ദൈവത്തിന് നീ വിധേയപ്പെടുക, അങ്ങനെയെങ്കിൽ അന്ധകാരം നിന്നെ സ്പർശിക്കത്തില്ല എന്ന് യാക്കോബിന്റെ ലേഖനം പറയുക. 2, നീ വിധേയപ്പെടേണ്ടത് നിന്റെ ആത്മീയ എൽഡേഴ്സിനോടാണ്, നിന്റെ ജ്യേഷ്ഠസ്ഥാനീയരോടാണ് നീ വിധേയത്വം അല്ലെങ്കിൽ കീഴ്പ്പെടുക എന്ന് പറയുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. 3, ആത്മീയ പിതാക്കന്മാർക്ക് നീ കീഴ്പ്പെടുക. ഇങ്ങനെ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ അവരിൽ നിന്ന് നീ ഒരു പാപ സാഹചര്യം നിന്റെ മുൻപിൽ ഉണ്ടായാലും, തിന്മയുടെ സാഹചര്യങ്ങൾ ഉണ്ടായാലും, നീ അവരുമായിട്ടുള്ള ഉപദേശത്തിന് ചോദിക്കുകയാണെങ്കിൽ അവർ നിന്നെ ഗൈഡൻസ് ചെയ്യും. ദൈവവചനത്തിൽ ആശ്രയിക്കും, വചനം നിന്നെ ഉപദേശിക്കും. ആത്മീയ പിതാക്കന്മാർ നിന്നെ തിരുത്തി അല്ലെങ്കിൽ ഉപദേശങ്ങൾ നൽകി ഒരിക്കലും നമ്മളെ വീണുപോകാതെ, സാത്താൻ തൊടാതെ നിന്നെ നയിക്കും. വീണുപോകാതെ സൂക്ഷിക്കണമെങ്കിൽ വിധേയത്വം ഉണ്ടായാൽ മാത്രം മതി. വിധേയത്വം ഉണ്ടായാൽ തീരും. ദൈവത്തോട്, ആത്മീയ എൽഡേഴ്സിനോട് എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠസ്ഥാനീയർ, ആത്മീയത നിൽക്കുന്ന ആത്മീയ എക്സ്പീരിയൻസ് ഉള്ളവരോട് എന്നാണ് അർത്ഥമാക്കുന്നത്. 3, ആത്മീയ പിതാക്കന്മാരുടെ നിയന്ത്രണത്തിൽ ആയിരുന്നാൽ നീ വീഴാതെ നിന്നെ നയിക്കും. സ്തോത്ര, ഹല്ലേലൂയ. വീണു പോകത്തേയില്ല. ഉപദേശകരോ അനുസരണമോ വിധേയത്വമോ ഇല്ലാത്തവരാണ് ആത്മീയത ഇട്ടിട്ട് അത് നഷ്ടപ്പെടുത്തി അത് തന്നെ സ്വയം നശിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർക്കുക, ക്രിസ്തുവിൽ നീ വിധേയപ്പെടുക. ശിഷ്യന്മാർ പോലും ആ യേശുവിൻ്റെ ഉപദേശത്തിന് കീഴിൽ, കർത്താവേ ഞങ്ങളെ വിശ്വാസം പഠിപ്പിക്കണമേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ആ ഉമ്മ എന്താണ്? ദൈവത്തോട് ചോദിച്ച് ആ അനുഗ്രഹങ്ങളെ, ആ വചനത്തിന്റെ അർത്ഥങ്ങളെ, സ്വർഗീയ രഹസ്യങ്ങളെ ചോദിച്ചു പഠിക്കുന്ന അപ്പോസ്തലന്മാരെ കാണാൻ സാധിക്കും. ഇതുപോലെയാണ് ആത്മീയതയിൽ നമ്മൾ പഠിക്കുവാൻ, വളരുവാൻ തയ്യാറാണ്.